+1 +2 പോകാൻ പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്കറിയാം +1 നിങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. SSLC വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ വേറെ തന്നെ ഒരു ബീസ്റ്റ് ആയിരുന്നു ഈ +1 എന്ന് പറഞ്ഞാൽ. പല കുട്ടികൾക്ക് അത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നന്നായി പഠിക്കുന്നവർക്ക് അതിനനുസരിച്ച് അവർ ഇപ്പോൾ പഠിത്തമൊക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ പല കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോഴായിരിക്കും ഇത് വേറെ തന്നെ സാധനമാണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് വീഡിയോ പോസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ട കാര്യം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ +1 ഉണ്ടാക്കിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണെന്നില്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയോ മണ്ടത്തരോ എന്തോ ആവും. കാരണം ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓവർ മടിയൊന്നും കാണിക്കേണ്ട, നാണം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും. ചിലപ്പോൾ എന്താണ് ഇത് ഭയങ്കര സിലബസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നേരത്തെ പഠിച്ച് തുടങ്ങാത്തതാവാം. ചിലപ്പം എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പഠിച്ചതായിരിക്കും അല്ലേ, വെറുതെ നോട്ട്ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക, അങ്ങനെ ആവാം. ചിലപ്പോൾ അവസാനം 10ാം ക്ലാസ്സിൽ ചെയ്ത പോലെ ഭയങ്കര സർക്കസ് കളിച്ചിട്ട് പരീക്ഷയിൽ A+ വാങ്ങാൻ വിചാരിച്ചതാവാം. ചിലപ്പോൾ എല്ലാം പഠിച്ചു പോയിട്ടുണ്ടാകും, പക്ഷേ പരീക്ഷ വളരെ ഇത് പെർഫോം ചെയ്യാൻ പറ്റാത്തതാവാം. അപ്പോൾ അതിന് ഓരോ റീസൺസ് ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു മിസ്റ്റേക്കോ 2 മിസ്റ്റേക്കോ 3 മിസ്റ്റേക്കോ ഒക്കെ ആവും. അതൊരു കുഴപ്പമുള്ള കാര്യമില്ല. സാർ അങ്ങനെ പറയാൻ പറ്റും, കുഴപ്പമില്ല കാര്യമല്ലാന്ന്. നമ്മുടെ മാർക്ക് പോയില്ലേ, എല്ലാം +1 കൊളായില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എടോ ഇനി ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇനിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇത് +2 ഒരു 1 ഇയർ ബാക്കിയുണ്ട്. ഈ മിസ്റ്റേക്കിന് വരുത്താതിരുന്നാൽ, ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ പല കാര്യങ്ങളും ചെയ്തുണ്ടാക്കാൻ പറ്റും +2 എന്ന് മാത്രമല്ല, ഈവൻ +1 മാർക്ക് വരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിച്ച അത്രയും മോശമായിട്ടല്ല നിങ്ങൾ +1 മാർക്ക് വരാൻ പോകുന്നത്. പല സബ്ജക്റ്റിലും നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. അതൊരു കാര്യം, അത് സത്യമാണ്, എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, +1 നിങ്ങൾക്ക് ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും +2 നിങ്ങൾക്ക് കിട്ടാൻ പോകാത്ത ബെനിഫിറ്റ്സ് ആണ്. വേറെ ഒരു ബോർഡിലും നിങ്ങൾ CBSE പഠിക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല, അല്ലെ വേറെ ബോർഡ്സ് ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ബോർഡ് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി തരുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മിസ്റ്റേക്സ് എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണെങ്കിലും അതിൽ ഏറ്റവും വലിയ നിങ്ങൾ ഉണ്ടാക്കാൻ ഇനിയും ചാൻസ് ഉള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഇതായിരിക്കും, അവസാനം മാത്രം പഠിച്ചു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. ഇപ്പോൾ ഞാനിപ്പം +1 ഈ കഥയൊക്കെ കഴിഞ്ഞ വർഷവും +2 പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുത്താണ്. പക്ഷെ പല കുട്ടികളും അവസാനം വീണ്ടും സാർ പരീക്ഷയുടെ 2 ദിവസം മുൻപും ഒരാഴ്ച മുമ്പും ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ, ഇനി പഠിച്ചു തുടങ്ങിയാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം അപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് അവസാനം പഠിക്കുന്ന ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്തുണ്ടാക്കാനുള്ള ചാൻസ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ദർ ഇസ് നോ എക്സെപ്ഷൻ ടു ദിസ് റൂൾ. യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഡേ 1. അതല്ലാതെ ഒരു വഴിയില്ല മക്കളെ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ പറയാനുള്ള റീസൺ എന്താണ്? കാരണം ഒന്ന് +1 നിങ്ങൾ കണ്ടു എത്രത്തോളം ഡെപ്തിലാണ് ഓരോ സബ്ജക്ട്സ് ഉള്ളതെന്ന്. 10ാം ക്ലാസ്സിൽ കണ്ട പോലെയല്ല. 10ാം ക്ലാസ്സിൽ നിങ്ങളൊരു ഡെറിവേഷൻ പോലും പഠിച്ചില്ല. ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഫോർമുല ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. +1 ഇപ്പോൾ അങ്ങനെയല്ല. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിലും എന്താണ്, ചിന്തിക്കണം, മനസ്സിലാക്കണം, കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാവണം, അതിന് ശരിക്കും അതിൻ്റെ ആഴത്തിൽ തന്നെ പോകണം. എന്നാലേ പരീക്ഷ നിങ്ങൾക്ക് പെർഫോം ചെയ്യില്ല. ആ രീതിയിലാണ് എക്സാംസ് ഇപ്പോൾ ഉള്ളത്. പണ്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ പറ്റില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ്? കോൺസെപ്റ്റ് ഇപ്പോൾ പരീക്ഷയുടെ തലേന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. 1 ഷോട്ട് കണ്ടതുകൊണ്ടോ 10 മണിക്കൂർ കണ്ടതുകൊണ്ടോ റിവൈസ് ചെയ്യാൻ പറ്റും, തലമണ്ടയിലേക്ക് എല്ലാം ഓർത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പഠിക്കാൻ പറ്റുമോ, അത് മനസ്സിലാക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. തലമണ്ടയിൽ കയറില്ല. ലിമിറ്റിൽ നമ്മുടെ തലമണ്ടയിൽ കയറ്റാൻ പറ്റുന്നത്. അപ്പോൾ അതിനാ പറയുന്നത് ആദ്യം മുതലേ പഠിച്ചാലേ നടക്കുള്ളൂ. മനസ്സിലല്ലേ? ന്യൂമറിക്കൽസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് ഒരു ന്യൂമറിക്കൽ നിങ്ങൾ ചെയ്തു, പരീക്ഷ വന്നാൽ പോലും പലർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ. അതിന് പ്രശ്നം എന്താ? കാരണം അത് ഇൻറ്റേർണലൈസ് ചെയ്യണം. അത് കണ്ടാൽ പോരാ, ഒരു പ്രാവശ്യം അങ്ങനെ എഴുതി പോരാ. അത് നിങ്ങൾക്ക് ആ ഉള്ളിൽ കയറണം, ഉള്ളിൽ പതിയണം. അതിൻ്റെ എന്താണ് സംഭവം എന്നും 2-3 പ്രാവശ്യം ചെയ്ത് പരീക്ഷ വരുമ്പോൾ അത് ഫെമിലിയർ ആയിരിക്കണം. എന്നാലേ അത് എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അസ്യൂമി അത് അതേപോലെ തന്നെ വന്നാൽ, എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ അതിന് സമയം വേണം. ആ സമയത്തിനാണ് ആദ്യം മുതൽ പഠിക്കാൻ പറയുന്നത്. അല്ലാണ്ട് എന്തോ നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചാലേ നിങ്ങൾ നന്നാവുള്ളൂ, ആദ്യം മുതൽ പഠിക്കുന്ന വലിയ മഹത്വമായ കാര്യമാണ് എന്നുള്ളതുകൊണ്ടൊന്നല്ല. ഡെയിലി പഠിക്കുന്നത് വളരെ നല്ല ഹാബിറ്റാണ്, അതൊക്കെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് വെച്ചാൽ അതല്ലാണ്ട് പറ്റില്ല എന്നുകൊണ്ടാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. വേറെ വഴി ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു തന്നെ, വേറെ വഴിയില്ല. അത് റിയലൈസ് നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലത്. എന്ന് മാത്രമല്ല, +2 വേറെ പ്രശ്നങ്ങൾ എന്താ? +1 വെച്ച് ഡിഫറൻസിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണ്? യു വിൽ ഹാവ് പ്രാക്ടിക്കൽ ഉണ്ടാവും. ജാനുവരിയിൽ റെക്കോർഡ് എഴുതാനൊക്കെ അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. മോഡലാ ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് വരിക, പ്രാക്ടിക്കൽ മോഡലും.
അത് കഴിഞ്ഞിട്ടോ നിങ്ങൾ പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എഴുതേണ്ട ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്താ ഉണ്ടാവുക, പ്ലസ് 2ൻ്റെ കൂടെ ഉണ്ടാവുക. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവസാനം മാത്രം പഠിച്ചാൽ മതിയോ? അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാതിരിക്കാനല്ലേ, കാരണം ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല അവിടെ. അപ്പോൾ അതും നേരത്തെ പഠിക്കണം. ഇതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ എൻട്രൻസിന് വല്ലതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതും വരും. ജാനുവരിയിൽ ജെയുടെ ഫസ്റ്റ് സെഷൻ വരും. പിന്നീട് അത് പ്ലസ് 2 കഴിഞ്ഞ പാടെ മറ്റുള്ള എൻട്രൻസ് വരും. അപ്പോൾ നിങ്ങൾ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കേണ്ടി വരും. ഇതെല്ലാം കൂടെ നിങ്ങൾ അവസാനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദർ ഇസ് നോ ചോയ്സ്, ഫസ്റ്റ് മുതലേ പഠിക്കണം. എന്ന് മാത്രമല്ല ഫസ്റ്റ് മുതലേ പഠിച്ചതൊക്കെ നടക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ വർഷവും എത്ര പിള്ളേരാണ് പ്ലസ് 2 നല്ല മാർക്ക് വാങ്ങുന്നത്, ഫുൾ മാർക്ക് വാങ്ങുന്നത്, എക്സാമിൻ്റെ ബാച്ചിൽ നിന്ന് വാങ്ങുന്നത്. 1200 1100 പ്ലസ് 1 520 520 വാങ്ങി പിള്ളേർ എല്ലാ വർഷവും പാസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതെങ്ങനെയാണ്? അവരെന്തോ എക്സ്ട്രാ ഓർഡിനറി അല്ല, അവർ ഈ കാര്യം അത്യാവശ്യം റെഗുലറായിട്ട് ചെയ്തു, ഫസ്റ്റ് മുതലേ പഠിച്ചു. എന്തെങ്കിലും ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ ലൈഫിലും, പക്ഷെ ഇങ്ങനെ പോവുക ഒരു പറ്റുന്നത്രയും എല്ലാ ദിവസവും കൃത്യം 3 മണിക്കൂർ അങ്ങനെയൊന്നല്ല. ആദ്യം മുതൽ ചെയ്ത് വരുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള, പക്ഷേ യു ഹാവ് ദാറ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ആദ്യം മുതൽ ഒരു 10-30 ദിവസമെങ്കിലും നിങ്ങൾ പണിയെടുത്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്ത് പോയിക്കോളും. അതങ്ങനെ പോയിക്കോളും, ഫ്ലോയിൽ പോയിക്കോളും, വെള്ളം ഒഴുകുന്ന പോലെ. അത് തുടങ്ങണ്ടേ ഇപ്പം തന്നെ തുടങ്ങണം. ഇനി അടുത്ത കാര്യം വളരെ ഓണസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എക്സാമിൻ്റെ പ്ലസ് 2 വരെ ബാച്ചിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ബാച്ചിലോ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യണം. അത് ഇറ്റ് ഈസ് യുവർ കോൾ. നിങ്ങൾ ആലോചിക്കണം പ്ലസ് 1 നിങ്ങൾ എന്താ ചെയ്തതെന്ന് ആലോചിക്കണം. പ്ലസ് 1 നിങ്ങൾ ഏതെങ്കിലും ബാച്ചിലോ ഓൺലൈൻ ബാച്ചിലോ എല്ലാം ജോയിൻ ചെയ്തു, പക്ഷേ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ചിന്തിക്കണം. ഉപയോഗിക്കണം, നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായില്ല. എക്സാമിൻ്റെ അല്ല ഏത് ബാച്ചാണെങ്കിലും എനിക്കറിയില്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, എക്സാമിൻ്റെ ഫോളോ ചെയ്ത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല, യു ഷുഡ് സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ അതർ സൊല്യൂഷൻസ്. സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബിൽ ആരെങ്കിലും പറഞ്ഞു, അല്ലെ മാമൻ്റെ മക്കൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കണത് മനസ്സിലല്ലേ? സ്കൂളിലെ ക്ലാസ് വെച്ചിട്ട് മതിയോ? ഓക്കെ, വെല്ലം ഗുഡ്. നിങ്ങൾ ട്യൂഷൻ ക്ലാസ് പോലും ആവശ്യമില്ല, ഓൺലൈൻ ഒന്നും വേണ്ട. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ട് NCERT വെച്ച് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുമെന്ന് കുഴപ്പമില്ല. അതല്ലേ നിങ്ങൾ ചിന്തിക്കണം. എവിടെ കൊടുത്ത് രണ്ട് കാര്യങ്ങളാണ് അവിടെ ചിന്തിക്കേണ്ടത്. എനിക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ മാത്രമല്ല, ക്ലാസ് എല്ലാം മനസ്സിലാക്കി തരും, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ. പക്ഷേ പരീക്ഷയിൽ വരുമോ വേണം, ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രമല്ല ആ പരീക്ഷയുടെ ലെവലിലാണോ പഠിപ്പിക്കുന്നത്. ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും, എക്സാമിനറിൻ്റെ എൻ്റെ ക്ലാസ് മാത്രമല്ല പ്ലസ് 2 എല്ലാവരുടെയും ക്ലാസ്, ഇപ്പം എൻ്റെ ആയിക്കോട്ടെ, അർച്ചന മിസ്സിൻ്റെ ആയിക്കോട്ടെ, അലൻ സാറിൻ്റെ ആയിക്കോട്ടെ, ജസീൽ സാറിൻ്റെ ആയിക്കോട്ടെ, എല്ലാം ആ ലെവലിലാണ്. എക്സാം എന്ത് ലെവലിലാണ് അവർ ആ ലെവലിലാണ് പഠിപ്പിക്കുക. ആ ലെവലുള്ള ചോദ്യങ്ങളാണ് ചെയ്യിപ്പിക്കുക. ആ ലെവലിലായിരിക്കണം പഠനം. അല്ലാണ്ട് അതിന് താഴെ പഠിച്ചിട്ട് നിങ്ങൾ കാര്യമില്ല. കാര്യം പഠിച്ചാൽ യു വിൽ ബി സാറ്റിസ്ഫൈഡ്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കും. പക്ഷേ പരീക്ഷ വരുമ്പോൾ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ഫോളോ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഫോളോ ചെയ്യണം, മനസ്സിലായില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുമോ സാർ? ഫോളോ ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യണം? പറ്റണം, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഈ ഇതൊന്നും പറഞ്ഞാൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, വെറുതെ കുത്തിരുന്നാൽ മതി. ഫോളോ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, അത് നല്ലൊരു ബാച്ച് സെലക്ട് ചെയ്യണം. അത് ഓൺലൈൻ ട്യൂഷൻ ഓഫ്ലൈൻ ട്യൂഷൻ ആയിക്കോട്ടെ, ഇനി സ്കൂളിലെ ബാച്ച് ആയിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് എനിക്ക് കിട്ടുമോ, ഈ പരീക്ഷ സ്കോർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയാം അതിനുള്ള ഡേറ്റ പോയിന്റ്സ് നിങ്ങൾക്കുണ്ട്. ഇനി അതല്ല നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു, ഓക്കെ, ഒരു കുഴപ്പമില്ല, പല കുട്ടികളും അങ്ങനെ ചെയ്തിട്ടുള്ള മാർക്ക് വാങ്ങണ്ട. പക്ഷേ അത് നിങ്ങൾ നോക്കണം, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കണം. പ്ലസ് 2 ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കണം. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലസ് 1 പഠിച്ചു വരാൻ നിങ്ങൾക്ക്, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിലെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആലോചിച്ച് നോക്കി. ഇല്ലെങ്കിൽ യു വിൽ നീഡ് എ എക്സ്പേർട്ട് സൊല്യൂഷൻ, അതിനൊരു സഹായി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ. അപ്പോൾ അത് ചൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാവരും നേരത്തെ തുടങ്ങണം. അപ്പോൾ എവിടെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും നേരത്തെ തുടങ്ങണം. ഒറ്റയ്ക്ക് പഠിക്കണം, നേരത്തെ തുടങ്ങാണ്ട് വേറെ വഴിയില്ല. ഇപ്പം ഇന്ന് തുടങ്ങണം നാളെ തുടങ്ങണം ഞാൻ പറയില്ല. എക്സാമിൻ്റെ നമ്മുടെ ഈ ബാച്ച് April 26 സ്റ്റാർട്ട് ചെയ്യുക. മിനിമം നിങ്ങൾ മെയ് മാസം സ്റ്റാർട്ടിങ്ങിലെങ്കിലും തുടങ്ങിയിരിക്കണം. അതല്ലാണ്ട് സിലബസ് തീർക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അത് റെഗുലറായിട്ട് തുടങ്ങണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് കുറച്ചിങ്ങനെ മെല്ലെ തുടങ്ങുക, അങ്ങനെയല്ല. ആദ്യം മുതൽ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. ഡേ 1 മുതൽ 2 മണിക്കൂർ ആ ലെവലിൽ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ മാർക്ക് കിട്ടും, പാസ്സാവുമെന്ന് മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കുമോ. എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്, എപ്പോഴും ടെൻഷൻ വരുന്നത്, മര്യാദക്ക് പണിയെടുക്കാതെ അവസാനം കൊണ്ടുപോയിട്ട് ഇത് വെച്ചിട്ട് ഇനി കിട്ടുമോ ചോദിക്കുമ്പോഴല്ലേ പ്രശ്നം. ആദ്യം മുതൽ ഡീസൻ്റ് ആയിട്ടുള്ള മതി. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും, യു വിൽ ബി മോർ റിലാക്സ്ഡ്. ആക്ച്വലി കുറച്ചുകൂടി സമാധാനമായിരിക്കും ഉണ്ടാവുക. അല്ലാത്ത വശമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ സമാധാനത്തിന് ഒരു വാല്യൂ ഇല്ലേ നമുക്ക്. അപ്പോൾ ആ സമാധാനം കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് നേരത്തെ തുടങ്ങി. ഓക്കെ, ബാക്കി നിങ്ങൾ ഉണ്ടാക്കിയ പല മിസ്റ്റേക്സും ഡെക്കറേഷൻ പോലെ കരുതിയാൽ മതി. ഞാൻ ഡെറിവേഷൻ ആണ് കൂടുതൽ പഠിച്ചത്, മറ്റേത് പഠിച്ചില്ല, ന്യൂമറിക്കൽ എന്തൊക്കെയോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അതൊന്നല്ല മെയിൻ പ്രശ്നം നിങ്ങൾ റെഗുലറായിട്ട് ആദ്യം മുതൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചില്ല എന്നാണ്. അത് ഉണ്ടാക്കാതെ ഇരുന്നാൽ തന്നെ
നിങ്ങൾ പാസ്സാവുന്നതല്ല നിങ്ങൾക്ക് ആ 90% എളുപ്പത്തിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ഈ +2 എക്സാം. അത് ഞാൻ വെറുതെ അടിച്ചു വിടുന്നതല്ല. കാരണം നിങ്ങൾ ആലോചിച്ചു ഈ +2 എക്സാമൊക്കെ ഇവിടെയാണ് കിടപ്പുള്ളത്. നിങ്ങൾ CBSE പഠിക്കുന്നത് ഇവിടെയാണ് കിടപ്പുള്ളത്. നിങ്ങൾ നീറ്റിനാണ് പഠിക്കുന്നത് ഇവിടെ കിടപ്പുള്ളത്. കീമിനും ഓൾമോസ്റ്റ് ഇവിടെ തന്നെയാണുള്ളത്. JEE ആണ് അവിടെയുള്ളത്. അപ്പോൾ അത്രയും ലെവൽ വെച്ച് അതും പിള്ളേരെ എഴുതുന്നല്ലേ, +2 പഠിക്കുന്ന പിള്ളേർ തന്നെ എഴുതുന്നത്. ഈ അരി ഉണ്ടെന്ന് പിള്ളേർ തന്നെ എഴുതുന്നത്. അത് വെച്ചൊക്കെ നിങ്ങൾ ഇവിടെ എത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ ആ ഇത്രയേ ഉള്ളൂ. ഇത് ഇത്ര പോലെ തോന്നും എപ്പം ഒന്നും പഠിക്കാതെ റെഗുലറായിട്ട് പഠിക്കാതിരുന്നത്. അതാണ് പ്രശ്നം വരുന്നത് എല്ലാ വർഷവും. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് 20% കുട്ടികൾ എല്ലാ വർഷവും തോറ്റുകൊണ്ടിരിക്കുന്നത് +2. അതല്ലാതെ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ എക്സാമിൻ്റെ ലെവൽ ഭയങ്കര കൂടിയോണ്ടൊന്നല്ല. എക്സാമിൻ്റെ ലെവൽ ഒരു ലിമിറ്റേ ഉള്ളൂ. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നതല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല. അതാണ് റിയാലിറ്റി. അത് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കൂടുതൽ ഞാൻ എഫേർട്ട് എടുത്ത് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓണസ്റ്റ് ആയിട്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു മെച്യൂരിറ്റിയിൽ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. സീരിയസ് ആവുക കുറച്ചുകൂടി. തമാശ ലൈഫ് തമാശയാണ് മൊത്തത്തിൽ. പക്ഷേ ഈ ഒരു കാര്യത്തിന് സീരിയസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വിഷയമല്ലേ ആവും പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മാർക്ക് നിങ്ങൾക്ക് വിഷയമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വിഷയമുണ്ട്, നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കുന്നൊക്കെ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇത് നിങ്ങൾ സീരിയസ് ആയിരിക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ വേറെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാം. April 26 ബാച്ച് ലോഞ്ച് ഉണ്ടാകുന്നതായിരിക്കും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലാസ്സസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, കംപ്ലീറ്റ് കാര്യങ്ങൾ. +2 നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നതായിരിക്കും. അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കേട്ടോ.